അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു ചെറിയ പ്രത്യേകത പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വരെ മുന്നീസ് വേൾഡ് എന്ന് പറഞ്ഞിരുന്നു നമ്മൾ. ഇന്ന് നമ്മളെ പേര് മാറ്റിയിട്ടുണ്ട്. പേരെന്താണ്? യെസ്, അതന്നെ, വോക്ക് ആൻഡ് ലാഡൽ. അപ്പോൾ എല്ലാവർക്കും വോക്ക് ആൻഡ് ലാഡലിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ ഉടനെ നേരെ കിച്ചണിലേക്ക് ചെല്ലാണ്. ഇതാണ് കിച്ചണിൻ്റെ അവസ്ഥ. ആകെ അലങ്കോലായിട്ട് കിടക്കുന്ന കിച്ചണ്. എന്താപ്പത് ഇങ്ങനെ കാണുന്നതേ എനിക്കിഷ്ടമല്ല. ഒരിക്കലും എൻ്റെ കിച്ചൺ ഇങ്ങനെ കിടക്കാറുമില്ല. പക്ഷേ ഇന്നലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഒരു 9:30 കഴിഞ്ഞതിന് ശേഷം, മക്കളൊക്കെ ഉറങ്ങിയതിൻ്റെ ശേഷം, നമ്മൾ കൗണ്ടർ ടോപ്പിൻ്റെ താഴെയുള്ള ഭാഗങ്ങൾ, അതുപോലെ തന്നെ അടുപ്പൊക്കെ ഉള്ളതിൻ്റെ നേരെ താഴെയുള്ള ഭാഗങ്ങൾ, അതൊക്കെ ആകെ അലങ്കോലായിട്ട് കിടക്കായിരുന്നു. റമളാൻ കഴിഞ്ഞതിൻ്റെ ശേഷം, നോമ്പൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം, അതൊന്നും അതിൻ്റെ നോമ്പിൻ്റെ മുന്നേട്ട് ചെയ്തതാണ്. പക്ഷെ നോമ്പിനൊന്നും അതൊന്നും ക്ലീൻ ചെയ്യാനും പറ്റിയില്ല. പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെതായിട്ട് അവിടെ കൂടുതൽ സാധനം ഞാൻ വെക്കാറില്ല സാധാരണയായിട്ട്. അതൊക്കെ സ്റ്റോക്ക് റൂമിൽ അങ്ങനത്തെ അടുത്തൊക്കെ സ്റ്റോക്ക് ചെയ്യലാണ് പതിവ്. റമളാനിൽ നമുക്ക് കൂടുതൽ പാത്രങ്ങളും ഒക്കെ ആവശ്യമാണ്, കൂടുതൽ ചട്ടികളൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഓരോന്ന് എടുത്തിട്ട് ഇവിടെ തന്നെ ഇങ്ങനെ സ്ഥിരമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യും വേണം. അപ്പോൾ ഇന്നലെ രാത്രി കുട്ടികളൊക്കെ ഉറങ്ങിയാലേ ഇതൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ താഴെയുള്ള എല്ലാ വസ്തുക്കളും കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് വെച്ചിട്ട് അടിഭാഗം ഒന്നായിട്ട് വെള്ളമടിച്ച് സോപ്പും പൊടിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതാണ് ഇന്നലെ ചെയ്ത പണി. അപ്പം ഇന്ന് രാവിലെ തന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. അങ്ങനെ പെട്ടെന്ന് തന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്തൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ചുടാൻ കരുതിയിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള അരിയും ഉഴുന്നും ഒക്കെ ആട്ടി റെഡിയാക്കിയിട്ട് ഞാൻ നേരെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ നല്ല മഴയാണ്, അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഒരിക്കലും പുറത്ത് വെച്ചാൽ റെഡി ആവില്ല. അപ്പോൾ ഇതാ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ട് നല്ല കറക്റ്റിലായി വന്നിട്ടുണ്ട്. നല്ല പൊങ്ങി നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കട്ടെ. ഇന്ന് പണിക്കാരുള്ളൊരു ദിവസമാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റ് ആവശ്യമാണ്. അപ്പോൾ ഓരോ അടുപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 അടുപ്പിലും 2 ചട്ടി വെച്ചിട്ട് പെട്ടെന്ന് ചുട്ടെടുക്കുകയാണ്. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ ഓൾറെഡി ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി തന്നെ അത് ഫ്രീസറിൽ നിന്ന് നേരെ എടുത്ത് താഴെ വെച്ചിട്ട് നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഉള്ള കറിയായിട്ടും ലഞ്ചിനും ഒക്കെ ആയിട്ട് ബീഫ് കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചവ്വരി ഉണ്ടായിരുന്നു, അത് നേരെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പായസം കൂടെ റെഡിയാക്കാമെന്ന് കരുതിയിട്ട്. അതുപോലെ ഉച്ചക്കത്തെ ചോറിന് വേണ്ടിയിട്ട് തേങ്ങാച്ചോറാണ് റെഡിയാക്കുന്നത്, കോക്കനട്ട് റൈസ്. അപ്പോൾ അതിന് തേങ്ങ, പിന്നെ അതുപോലെ തന്നെ ചെറിയ ഉള്ളി, അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതുപോലെ തന്നെ 2 നാഴി അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് 2 നാഴിക്ക് ഒരു 4.5 നാഴി വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ റേഷൻ കടയിലെ വേവ് കുറഞ്ഞ അരി ആയതുകൊണ്ടാണ് അത്ര. അതല്ലെങ്കിൽ അതിലേറെ കൂടുതൽ ആവശ്യം വരും. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചെറിയ ഉള്ളി ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കുക. ചെറുകി വെച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് ഉലുവ. കുട്ടികൾക്കൊന്നും ഉലുവ വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ 2 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പുണ്ടോ ഇല്ലേ എന്നൊക്കെ ഇവിടെ നിന്ന് തന്നെ നേരെ ചെക്ക് ചെയ്തിട്ട് വേണം
നേരെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. ചെറിയ കുക്കർ കേട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വലിയ കുക്കറിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിൽ വെച്ചൊരു അളവ് കിട്ടൂല എന്ന് കരുതിയിട്ടാണ് ഞാനൊരു പാത്രത്തിലെടുത്ത് അതിലെല്ലാം കറക്റ്റ് ആക്കിയിട്ട് നേരെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തത്. അപ്പോൾ പായസത്തിനുള്ള ഭാഗങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡെയിലി ഉള്ള ക്ലീനിങ് പ്രോസസ്സും അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അതുപോലെ പണിക്കാർക്ക് കഞ്ഞി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാഴിയരി കഞ്ഞി കുക്കറിൽ വേഗം വെക്കുകയാണ്. അപ്പോൾ അവർക്ക് ഉപ്പേരിയായിട്ട് പച്ച പപ്പായ ഉണ്ട്, അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഉപ്പേരിയാക്കിയിട്ട് അതും വെക്കാമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് വെച്ചാൽ കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ കുറഞ്ഞ വേവ് ഉണ്ടാവുള്ളൂ. നമ്മൾ നേരെ കട്ട് ചെയ്താൽ അത് വേവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നേരെ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, കടുകിട്ടു, അത് പൊട്ടി വരുമ്പോഴേക്കും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നേരെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പപ്പായയുടെ ഗ്രേറ്റ് ചെയ്തത് നേരെ ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇടുന്നതിന് പകരം തേങ്ങയും പച്ചമുളകും കൂടി ചതച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് തേങ്ങ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തേങ്ങ ചേർക്കാതെ നേരെ ഇങ്ങനെ റെഡിയാക്കുന്നത്. ഇത് മഴയൊക്കെ പോയിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്, മുറ്റൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. അപ്പം മഴ പെയ്ത് തണുത്തുകൊണ്ട് തന്നെ വെള്ളം കുടിക്കാൻ നല്ല മടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ഒരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് ഗ്രേറ്ററിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. മിക്സിയിലിട്ട് അരക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് കത്തി വെച്ചൊന്ന് നുറുക്കിയാൽ അതൊരിക്കലും കറക്റ്റ് ഇതിൽ ആയി കിട്ടില്ല. ഇനി വേണ്ടത് 3 മുസമ്പി, അതല്ലെങ്കിൽ ഓറഞ്ച് അല്ല, അത് ശരിക്ക് ബുർത്തുക്കാൽ എന്ന് പറയാം നമ്മളെ നാട്ടിൽ. അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞ് നേരെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. കുരുവൊക്കെ മാക്സിമം ഒഴിവാക്കണം. കാരണം നമ്മൾ വെള്ളം പെട്ടെന്ന് കുടിച്ച് തീർക്കാനുള്ളതല്ല, നമുക്ക് കുറേശ്ശെ ആവശ്യത്തിന് ഇങ്ങനെ കുടിക്കാനുള്ളതാണ്, മക്കൾക്കുമൊക്കെ നല്ലതാണ്. അപ്പോൾ കുരു ഒരിക്കലും ചേരരുത്. കുരു ഉണ്ടായാൽ നല്ല കയ്പ്പുണ്ടാവും, കുറച്ച് സമയമൊന്നും വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ കുരു ഇല്ലാതെ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ നമ്മളുടെ 2 ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നേരെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം.
പാകത്തിനുള്ള പഞ്ചസാര കൂടി ചേർക്കുക, കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്ട്രെയിനറിലൂടെ നമുക്ക് ജഗ്ഗിലേക്ക് ജ്യൂസ് മാത്രം എടുത്തു വെക്കാം. അത്യാവശ്യം നല്ല കട്ടിയുള്ള ജ്യൂസ് തന്നെയാണ്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട്, കൂടുതൽ വെള്ളം ഒഴിക്കരുത്, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ആ കട്ടിയില്ലാതെ മാക്സിമം അതിൻ്റെ ജ്യൂസും നമുക്ക് ജഗ്ഗിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡിയാണ്. പുറത്തുനിന്നുള്ള ഓരോ വ്യൂ ഇങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോഴാണ് മക്കളവിടെ കളിക്കണത് കണ്ടത്, ഇഷമോളും ന്യൂനമോളും. കപ്പ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ നാട്ടിൽ പറയും പൂള, കഞ്ഞി പൂള ഇവിടെ ലഭിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ബോർഡിനെ കണ്ടിട്ടുണ്ട് ചെറിയ ഹോട്ടലുകളിലൊക്കെ. അപ്പോൾ ചില നാട്ടിൽ ഇതിന് മറ്റെന്തൊക്കെയോ ആണ് പറയണത്. അപ്പോൾ കപ്പ നമ്മൾ ഓൾറെഡി എല്ലായിടത്തും പറയണ സെയിം പേര് കപ്പ. അപ്പോൾ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കിയിട്ട്, അത്യാവശ്യം വലിയ പീസാക്കിയിട്ട് പുഴുങ്ങിയെടുക്കുകയാണ്. അപ്പോൾ ബീഫ് കറി ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട്, അതും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് വലിയ പീസാക്കിയിട്ട് പുഴുങ്ങിയെടുക്കുകയാണ്. ഇക്കാക്കുക്ക് വേണ്ടിയിട്ട് മാത്രം, മക്കൾക്കും ഓരോ പീസൊക്കെ എടുക്കുക. ഇവർക്കത് മതി, ചോറ് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കും മക്കൾക്കും ചോറ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഇതുകൂടി പുഴുങ്ങിയെടുക്കുക. അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുക്കുകയാണ്. അപ്പോൾ ലിനുമോള് അവളെ റൂം ഡെക്കറേറ്റ് ചെയ്താൽ കേട്ടോ, വെൽക്കം എന്നൊക്കെ വെച്ചിട്ട് അവൾ തന്നെ ഉണ്ടാക്കിയ ഒരു ഇത് വെച്ച് ഡെക്കറേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാത്രി വരെയുള്ള അത്യാവശ്യം പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞു. കിച്ചൺ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അറ്റ് ലാസ്റ്റ് കിടന്നുറങ്ങാൻ പോണ സമയത്ത് കിച്ചൻ്റെ അവസ്ഥ ഇതാ ഇതുപോലെയാണ്. രാവിലെ അലങ്കോലായി കിടന്നതിന് കിച്ചണല്ലായിരുന്നു. അപ്പോൾ എല്ലാ ജോലികളും കഴിഞ്ഞ് കിച്ചണൊക്കെ കഴുകി വൃത്തിയാക്കി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ
ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.